लाया है क्या क्या मैं कहूँगा नामे मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम പള്ളിയോടുള്ള വലിയൊരു അതവും ബഹുമാനമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടെ മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമദാൻ മാസം 1-ാമത്തെ ദിവസം നാളെയാണ് നമുക്ക് നോമ്പ്. ആദ്യം തറാവീഹ്, പിന്നെയാണ് നോമ്പ്. നോമ്പിന്റെ നിയത്ത് നാം ഇപ്പോൾ ഇവിടുന്ന് വെച്ച് ആ നിയത്ത് ഒരു മനുഷ്യന്റെ ഷാഫി മദ്ഹബ് പ്രകാരം നിയത്ത് എല്ലാ ദിവസവും രാത്രി ആയിരിക്കണം നിയത്ത് വെക്കേണ്ടത്. 2 ഷർത്താണ്. ഒന്ന്, രാത്രി ആയിരിക്കണം നിയത്ത് വെക്കേണ്ടത്, അതായത് സുബഹി ബാങ്കിന് മുമ്പായിട്ട്. മറ്റൊന്ന്, നാളത്തെ നോമ്പിനെന്ന് കരുതൽ. പ്രത്യേകം 2 ഷർത്തുകളാണ് ഷാഫി മദ്ഹബ് പ്രകാരം. അതുകൊണ്ട് എല്ലാ രാത്രി ആയിരിക്കണം നിയത്ത് വെക്കുന്നത്, നാളത്തെ നോമ്പെന്ന് കരുതലും വേണം. പക്ഷെ നാം ഇവിടെ ഇമാം എന്താക്കുന്നു, ചൊല്ലിക്കൊടുക്കുന്നു, നാം പലരും ചെല്ലുന്നു, പലരും എങ്ങോട്ടോ നോക്കി ബാക്കിയാകുന്ന ഒരവസ്ഥ. ഏതായാലും നിയത്ത് ഇവിടുന്ന് വായി കൊണ്ട് പറഞ്ഞത് മതിയാവല, നമ്മുടെ മനസ്സുകൊണ്ട് കരുതിയാൽ മാത്രമേ നമ്മുടെ നോമ്പാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും കൃത്യമായി നിയത്ത് വെച്ച് നോമ്പ് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ മാലിക് മദ്ഹബ് പ്രകാരം അവരുടെ മദ്ഹബ് അനുസരിച്ച് 1-ാമത്തെ ദിവസം 30 ദിവസത്തെ നിയത്ത് വെച്ചാൽ ആ മദ്ഹബ് പ്രകാരം അനുവദനീയമാകുന്നതാണ്. നമുക്ക് ഷാഫി മദ്ഹബ് പ്രകാരം അതാ ദിവസം തന്നെ വെക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇന്നത്തെ തറാവീഹ് നിസ്കരിച്ചതുപോലെ എല്ലാ ദിവസവും തറാവീഹ് കൃത്യമായി ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുത്ത ഉടനെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഹദ്ദാദ് ആരംഭിക്കും. കഴിവിന്റെ പരമാവധി ഹദ്ദാദിലേക്ക് തന്നെ എത്തിച്ചേരാൻ നാം ശ്രമിക്കണം. ഹദ്ദാദിലേക്ക് പ്രായമുള്ളവർ മാത്രമേ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ട് ആരോഗ്യമുള്ള നാമൊക്കെ നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത്, ഈ സമയത്ത് നാം ഹദ്ദാദിനും ഇശാ നിസ്കാരത്തിനും ഒരുമിച്ച് കൂടിയില്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ട സമയത്ത് നാം നിർബന്ധമായി ഖേദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതിനെ തൊട്ട് സലാമത്താക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവാക്കളുണ്ട്. അവര് ഇനി വരുന്ന മദ്രസയിൽ പഠിച്ചു വരുന്ന മക്കൾക്ക് മാതൃക ആകേണ്ടവരാണ്. നമ്മളെ കണ്ട് തറാവീഹ് കൈകെട്ടാതിരിക്കുക, ഇമാം റുക്കൂന് പോകുന്ന സമയത്ത് കൈകെട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഇമാം കൈകെട്ടിയാൽ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ, ഇമാം റുക്കൂലേക്ക് പോകുന്നവരെ കാക്കുക, അല്ലെങ്കിൽ സൂറത്ത് തുടങ്ങാൻ വേണ്ടി കാക്കുക, ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ നമ്മുടെ 1-2 ആൾക്കാരെന്നും ഉണ്ടായിട്ടുണ്ട്. ഇനിയെങ്കിലും ആ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ചെറിയ വളർന്നു വരുന്ന മദ്രസ മക്കൾക്ക്, നമ്മുടെ നാട്ടിലെ യുവാക്കളൊക്കെ അതിന്റെ വലിയ മാതൃകയാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടനയിലൂടെ വളർന്നു വരുന്ന യുവാക്കൾക്ക് അല്ലാഹു ഇനിയും ദീനി ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഒക്കെ കൃത്യമായി നോമ്പ് നോക്കുന്നവരാകണം. പലപ്പോഴും കേൾക്കുന്ന ഒരവസ്ഥ, അവൻ നോമ്പില്ലാത്തവരാണ്, അവനവിടെ തിന്നോണ്ടായി എന്നുള്ള ഒരവസ്ഥ ഒരിക്കലും നമ്മളിൽ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി നോമ്പ് മുറിക്കുന്ന ഒരവസ്ഥ നിർബന്ധമാകേണ്ട ചില സാഹചര്യ മസ്കലകളൊക്കെ ഉണ്ട്. അത് അവർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. നോമ്പ് എല്ലാവർക്കും അല്ലാത്ത കഴിവുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും നോമ്പ് അനുസരിക്കുന്നവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നോമ്പ് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതേപോലുള്ള ആവേശം റമദാൻ 30 വരെ തറാവീഹ് നിസ്കരിക്കാൻ, നോമ്പ് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാളത്തെ നോമ്പ് തുറ കഴിഞ്ഞു അങ്ങനെ 2 ദിവസം 3 ദിവസം കഴിയുന്ന സമയത്ത് ഒരു ക്ഷീണം വരുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടായാൽ നമുക്ക് റമദാൻ മാസം കേടായി സാക്ഷി നിൽക്കുന്നവരെ പെട്ടുപോകുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരെ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രത്യേകമായി അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിക്കേണ്ട 10 ഈ 10 നാം അല്ലാഹുവിന്റെ റഹ്മത്തിന് ചോദിച്ചാൽ പോരാ, നാം അല്ലാഹുവിന്റെ സൃഷ്ടികളോട്
കാരുണ്യം കാണിക്കേണ്ടതുണ്ട്. നാം അങ്ങോട്ട് റഹ്മത്ത് കാണിച്ചാൽ അള്ളാഹു നമുക്ക് ധാരാളം റഹ്മത്ത് ചെറിയും. അള്ളാഹു ധാരാളം റഹ്മത്ത് കിട്ടിയവരെ നാം ഏവരും ഇവിടുത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ബറക്കത്തുള്ള മാസമാണ്. പ്രത്യേകിച്ചും ഈ മാസത്തിൽ ഈ തറാവീഹ് നിസ്കാരം, 30 ദിവസത്തെ നോമ്പ്, അതേപോലെ തന്നെ ഒരു സുന്നത്ത് ചെയ്താലും ഫർദ് ഫർദിലും ഒക്കെ കിട്ടാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസം ആയതുകൊണ്ട്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒറ്റ കാരണം കൊണ്ടാണ് ഈ മാസത്തിൽ ഇത്രമാത്രം പവറുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം കഴിവിന്റെ പരമാവധി എത്ര തിരക്കുണ്ടെങ്കിലും 1-2 ഖത്തമെങ്കിലും നാം ഈ റമദാൻ മാസം തീർക്കുന്നവരാകണം. നമുക്ക് പള്ളിയിൽ ഒരു ഖത്തം ഞാൻ ഓതുക എന്ന് ഒരിക്കൽ കരുതുക, അതേപോലെ വീട്ടിലൊന്ന് ഓതുന്നത്, അങ്ങനെ ചുരുങ്ങിയത് 2 ഖത്തമെങ്കിലും നാം തീർക്കുന്നവരാകണം. നമ്മുടെ പള്ളി ഉണ്ടാക്കി തന്ന സയ്യിദ് പുറത്തു തങ്ങൾ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാൻ 28ഓളം ഖത്തം ഓതി എത്തിയിട്ടുണ്ടെങ്കിൽ, തിരക്ക് പിടിച്ച ആ ജീവിതത്തിന്റെ ഇടയിൽ 28ഓളം ഖത്തം ഓതിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് അവിടുന്ന് ഓരോ വാക്കുകളും പറയുമ്പോൾ അത് അതുപോലെ പുലർന്ന്. കാരണം പരിശുദ്ധ ഖുർആൻ ഓതിയ നാവായതുകൊണ്ട് ആ നാവിനോട് ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ആവാനുള്ള കാരണം പരിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ബർക്കത്ത് കിട്ടണമെങ്കിൽ, റമദാൻ അനുകൂലമായി കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആൻ നാം ധാരാളമായി ഓതുന്നവരാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.